എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളിന്ന് അശ്വതി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലവും അവരുടെ സ്വഭാവ സവിശേഷതകളുമാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അശ്വതി നക്ഷത്രക്കാരായിട്ടുള്ളവർ പൊതുവെ സുന്ദരന്മാരും സുന്ദരികളും ആരോഗ്യവാന്മാരും ആയിരിക്കും. കൂടാതെ ഈ നക്ഷത്രക്കാരിൽ ജനിക്കുന്നവർക്ക് അസാമാന്യമായിട്ടുള്ള വിജ്ഞാനവും ഓർമ്മശക്തിയും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പൊതുവെ കാണപ്പെടുന്നത്. വിവേചന സാമർഥ്യം ഉണ്ടായിരിക്കുകയും ചൈതന്യവത്തും വിശാലവുമായ നയനങ്ങളും വിസ്താരമുള്ള നെറ്റിത്തടവും ഉയർന്നു നിൽക്കുന്ന നാസികയും പ്രശാന്ത ഗാംഭീര്യം തുടിക്കുന്ന മുഖഭാവവും ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നിനും പെട്ടെന്ന് എടുത്തു ചാടുകയോ വികാരങ്ങൾക്ക് പെട്ടെന്ന് കീഴ്പ്പെടുകയോ ചെയ്യാത്ത ഈ നക്ഷത്രക്കാർ വളരെ ആലോചിച്ച് മാത്രം എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ സഹിച്ചാലും അതിൽ നിന്ന് പിന്മാറുന്ന സ്വഭാവമല്ല ഈ കൂട്ടരുടേത് എന്ന് കാണാൻ സാധിക്കും. അന്യരുടെ നിർബന്ധത്തിനും ബലപ്രയോഗത്തിനും മുന്നിൽ കീഴടങ്ങാത്ത നിശ്ചയദാർഢ്യം ഉള്ള ഒരു മനസ്സായിരിക്കും ഈ നക്ഷത്രക്കാരുടേത്. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ പോലും പെടാത്ത കാര്യസാധ്യം നടത്തുന്ന നക്ഷത്രക്കാരാണ് ഇവർ. ഇവരെ കണ്ടാൽ ശാന്ത സ്വഭാവികളായി തോന്നുകയുള്ളൂ. സ്നേഹിക്കുന്നവരെ ഏത് ആപത്തിൽ നിന്നും രക്ഷിക്കുവാൻ സന്നദ്ധരാകുന്ന ഈ നക്ഷത്രക്കാർ ആശ്രിത വാത്സല്യം ജീവിതനിഷ്ഠയാക്കിയിട്ടുള്ളവരുമാണ്. പൊട്ടിത്തെറിക്കേണ്ട സന്ദർഭങ്ങളിൽ പോലും അന്യർക്ക് അതിശയം ഉണ്ടാകുന്ന തരത്തിൽ പൂർണ്ണമായും ശാന്തമായും പെരുമാറുന്ന ഒരു പ്രത്യേക സ്വഭാവ സവിശേഷതയും കൂടി ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരിക്കും. മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ദൈവീകപരമായിട്ടുള്ള കാര്യങ്ങൾക്കും വളരെയധികം മനസ്സോടുകൂടി പെരുമാറുന്ന ഒരു നക്ഷത്രക്കാർ കൂടിയാണ് അശ്വതി നക്ഷത്രക്കാർ. ദൃഢമായ മനസ്സിൽ ഈശ്വരവിശ്വാസം കൂടി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഒരു സംഗതി. സുഹൃത്തുക്കളിൽ നിന്നും പുരോഗമനത്തെയും കുടുംബകാര്യങ്ങളിൽ നിന്നും തികച്ച യാഥാസ്ഥികതവും പാലിക്കുന്ന ഈ നക്ഷത്രക്കാർ പുരാതന കാര്യങ്ങളെ സമർത്ഥിക്കുന്നതിലും അതിനെ നവീകരിക്കുന്നതിലും ഒരു തൽപര സ്വഭാവം കാണിക്കാറുണ്ട്. സാഹിത്യവാസന, സംഗീത കലകളിൽ വളരെയധികം താല്പര്യവും അതുപോലെ വളരെയധികം ചിന്താശീലരും ചില ആളുകൾ മാത്രം യുക്തിവാദികളായിട്ടും കാണാൻ സാധിക്കും. അനാവശ്യ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ട് ഇവർക്ക് കൂടുതൽ മനോസുഖം ലഭ്യമായി വരികയില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും കാണുന്ന ഒരു വസ്തുത. ജീവിതം ആരംഭിച്ച് 30 വയസ്സുവരെ ജീവിതത്തിൽ പലവിധത്തിലുള്ള വൈഷമ്യങ്ങളെയും നേരിടേണ്ടി വരുന്നതായിട്ട് കാണും. അതിനുശേഷം വളരെയധികം അഭിവൃദ്ധി ഉള്ളതായിട്ടും കാണപ്പെടാറുണ്ട്. 55 വയസ്സ് വരെയുള്ള ഈ അഭിവൃദ്ധി കാലം കഴിഞ്ഞാൽ ഇവർക്ക് പ്രവർത്തന രംഗങ്ങളിൽ നിന്നും പിന്മാറി നിൽക്കുന്നതാണ് ഉചിതം എന്നാണ് പൊതുവെ പറയാനുള്ളത്. 30 വയസ്സ് കഴിഞ്ഞ് 55 വയസ്സ് വരെയുള്ള ഈ അഭിവൃദ്ധി കാലം കഴിഞ്ഞാൽ രംഗങ്ങളിൽ നിന്നും മാറി നിൽക്കുകയോ ഉപദേഷ്ടാക്കളായിട്ടോ സാമൂഹിക പ്രവർത്തനങ്ങളിലോ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലോ ഏർപ്പെടുന്ന ഒരു സ്വഭാവ രീതി ഉണ്ടാകുന്നതായിരിക്കും പൊതുവെ നല്ലത് എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ കുടുംബകാര്യങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നവരായി മാറുന്നതായിരിക്കും കുറച്ചുകൂടി അഭികാമ്യം എന്ന് കാണുന്നു. കുടുംബങ്ങളിൽ നിന്നും വെറുപ്പും വിദ്വേഷവും മാത്രമാണ് ഈ നക്ഷത്രക്കാരെ പൊതുവിൽ ലഭിക്കുന്ന ഒരു കാര്യം എന്ന് കാണുന്നത്. പിതാവിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ പ്രത്യേകിച്ച് ഒരു ഗുണാനുഭവങ്ങൾ ഈ അശ്വതി നക്ഷത്രക്കാർ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് പൊതുവെ കാണപ്പെടുന്നത്. അന്യരിൽ നിന്നുമാണ് പല രീതിയിലുള്ള ഗുണങ്ങളും ഉണ്ടാകുന്നത് എങ്കിലും സ്വതന്ത്ര മാർഗത്തിലൂടെയും പരിശ്രമങ്ങളിലൂടെയും മാത്രം അഭിവൃദ്ധി നേടുന്ന ഒരു നക്ഷത്രക്കാരായിട്ടാണ് പൊതുവെ ഈ അശ്വതി നക്ഷത്രക്കാരെ കാണാൻ സാധിക്കുന്നത്. അശ്വതി നക്ഷത്രക്കാരിൽ ചിലർ ലുബ്ധപ്രിയരായിട്ടും ചിലപ്പോൾ അഭിമാനത്തിന്റെ പേരിൽ പാലിച്ച ചെലവുകൾ വരുത്തി വരികയും അത് വരവിൽ കവിഞ്ഞ ചെലവിനായി കാരണമാകുകയും കടബാധ്യതകൾ കാരണമാകുകയും ചെയ്യും. കൂടാതെ പ്രധാന ലക്ഷ്യം ആശിച്ച സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും പണം ചെലവാക്കുന്നതിനും വീട്, ആഡംബര വസ്തുക്കൾ, വാഹനം എന്നിവയ്ക്ക് വേണ്ടിയിട്ട് ധാരാളം പണം ചെലവാക്കുന്നതിനും സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളും വൃത്തിയും വെടുപ്പുമായി സൂക്ഷിക്കുന്നതിലും വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിലും വാഹനം വൃത്തിയായി സൂക്ഷിക്കുന്നതിലും പ്രത്യേക ഒരു ശ്രദ്ധ ഈ നക്ഷത്രക്കാർ കാണിക്കാറുണ്ട്. രോഗദുരിതങ്ങളായിട്ട് പറയുന്നത് അർശസ്, വാതരക്തം, മൂത്രാശയ രോഗങ്ങൾ, ഹൃദ്രോഗം എന്നിവയാണ്. പുറമേ നല്ല ആരോഗ്യവാന്മാരായി തോന്നുമെങ്കിലും ചില നക്ഷത്രക്കാർക്ക് ഉള്ളിൽ പലവിധത്തിലുള്ള രോഗാരിഷ്ടതകൾ ഉപദ്രവമായിട്ട് കാണാറുണ്ട്. രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ വലിയ കാര്യമായിട്ട് പരിഗണിക്കാത്ത ഈ നക്ഷത്രക്കാർക്ക് ആത്മനിയന്ത്രണം, ദിനചര്യ അതുപോലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെയുള്ള രോഗശമനം വരുത്തുന്നതിന് ഔഷധത്തേക്കാൾ നല്ലതാണ് എന്നാണ് ഇവർ ഇതിനെ വിശ്വസിക്കുന്നത്. അതുപോലെ അത് പ്രയോഗത്തിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് പരിശ്രമവും ചെയ്യാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് ഈ അശ്വതി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ. അശ്വതി നക്ഷത്രക്കാരിൽ ചില ആളുകൾ ലഹരിക്ക് കൂടുതലായി അടിമപ്പെടുകയും കാമപരവശരായി നിൽക്കുന്നതായിട്ടും അമിതാവേശം ഉള്ളവരായിട്ടും കാണാറുണ്ട്. ഇത് അനിയന്ത്രിതമായാൽ ജീവിതം തന്നെ പാഴായി തീരാനും സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇവയെ നിയന്ത്രിക്കാൻ പോകുന്ന ഗ്രഹസ്ഥിതികൾ ജാതകത്തിലില്ലാതെ വന്നാൽ തന്നെയും ദുർമാർഗികളായി തീരാനും ഇടവരാൻ സാധ്യതയുണ്ട്. അതിനാൽ ദുശീലങ്ങളിൽ നിന്നും കഴിവിന്റെ പരമാവധി ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഇവർക്ക് നല്ലത് എന്നാണ് കാണുന്നത്.
ഈ ദുസ്വഭാവങ്ങളിൽ നിന്നെല്ലാം മോചനം നേടണമെങ്കിൽ മനസ്സിനെ അതിയായി സ്പർശിക്കുന്ന ഏതെങ്കിലും സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് കാണാനുള്ളത്. സംതൃപ്തമല്ലെങ്കിലും ഐശ്വര്യം നിറഞ്ഞതായിരിക്കും ഇവരുടെ ജീവിതം. ഇവരുടെ ദാമ്പത്യ ജീവിതം പലവിധത്തിലുള്ള കലഹങ്ങളും ദുരിതങ്ങളും നേരിടുമെങ്കിലും ജീവിതാവസാനം വരെ ഭാര്യയുമായി ഒന്നിച്ചു ജീവിക്കുന്നതിനും ഭർത്താവും ഭാര്യയുമായി ഒന്നിച്ചു ജീവിക്കുന്നതിനുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം കാണാറുണ്ട്. ഇവരുടെ നക്ഷത്ര ജാതക സ്ഥിതിയിൽ അനിഷ്ടഭാവങ്ങളിൽ ശുക്രനും രാഹുവും നിന്നാൽ പലവിധത്തിലുള്ള ദോഷങ്ങളും ഉള്ളതിനാൽ രാഹുവിനും ശുക്രനും പറയുന്ന പരിഹാര ക്രിയകൾ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. വെള്ളിയാഴ്ച വ്രതമോ വെള്ളിയാഴ്ച ദേവീക്ഷേത്ര ദർശനം നടത്തുകയും നാഗപ്രീതി വരുത്തുന്നതും വളരെയധികം ഉത്തമമായിരിക്കും. അതുപോലെ വിവാഹത്തിന് കാലതാമസം ഉണ്ടാകുന്നതിന് ചില നക്ഷത്രക്കാർക്ക് ഒരു സാധ്യത പറയുന്ന ഒരു നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാർ. ബുധന്റെയോ ശനിയുടെയോ അനിഷ്ടഭാവത്തിലുള്ള നിൽപ്പ് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു നക്ഷത്രക്കാരും കൂടിയാണ് അശ്വതി നക്ഷത്രക്കാർ. വ്യാഴം അനുകൂലമായിട്ട് നിന്നു കഴിഞ്ഞാൽ എല്ലാവിധത്തിലുള്ള ദുരിതങ്ങളെയും ജീവിതത്തിൽ നേരിടാൻ സാധിക്കും എന്നുള്ളതിനാൽ മഹാവിഷ്ണു പ്രീതി വരുത്തുന്നതും വളരെയധികം ഉത്തമമായിരിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള സ്ത്രീജനങ്ങൾ വളരെയധികം ഈശ്വരവിശ്വാസവും മതബോധവും ഭർത്താവിനോടുള്ള ഭക്തിയും വളരെയധികം ഉള്ളതായിട്ടും കുടുംബകാര്യങ്ങളിലും ഔദ്യോഗിക രംഗങ്ങളിലും സാമാന്യത്തിൽ കവിഞ്ഞ സാമർഥ്യം ഉണ്ടാവുകയും ദാനധർമ്മങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു മനസ്സും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഭീഷണിക്ക് കീഴടങ്ങാത്ത ഒരു മനസ്ഥിതിയും ഉള്ള ഒരു നക്ഷത്രക്കാരായിട്ടാണ് ഈ സ്ത്രീകളെ അശ്വതി നക്ഷത്രക്കാരിൽ പറയുന്നത്. ഐശ്വര്യവതികളും സ്വന്തക്കാരോട് വാത്സല്യവും സ്നേഹവും അമിതമായിട്ടുള്ള ഒരു പരിഗണനയും ഉണ്ടാവുകയും സന്താനങ്ങളോട് അമിതമായിട്ടുള്ള സ്നേഹം ഉണ്ടാവും. ചില നക്ഷത്രക്കാർക്ക് ദുശാഠ്യവും അതുപോലെ തന്നെ വാചാലതയും അല്പം കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ചില സന്ദർഭങ്ങളിൽ പുരുഷന്മാരെക്കാൾ തൻ്റെ ഇടത്തോടെയും ബുദ്ധികുർമ്മതയോടുകൂടിയും പൊതുരംഗത്തും ഔദ്യോഗിക രംഗത്തും കുടുംബരംഗങ്ങളിലും പെരുമാറാൻ പ്രത്യേക കഴിവുള്ളവരാണ് സ്ത്രീജനങ്ങൾ എന്നാണ് ഈ നക്ഷത്രക്കാരെ പൊതുവെ പറയാറുള്ളത്. അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്ന ആളുകൾ കേതുർദശാകാലത്താണ് ജനിക്കുന്നത് എന്നുള്ളതിനാൽ നാഗപ്രീതി വരുത്തുന്നതും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഉത്തമമായിരിക്കും. പലാശപുഷ്പ സംകാശം താരകാഗ്രഹമസ്തകം രൗദ്രം രൗദ്രാത്മകം ഘോരം തം കേതും പ്രണമാമ്യഹം എന്ന് പറയുന്ന സ്തോത്രം സ്ഥിരമായി ജപിക്കുന്നതും ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുന്നതും എല്ലാവിധത്തിലുള്ള ദോഷങ്ങളും വിട്ടൊഴിഞ്ഞു മാറുന്നതിന് വളരെയധികം നല്ലതായിരിക്കും. അതുകൂടാതെ എല്ലാവിധത്തിലുള്ള ശുഭകാര്യങ്ങൾക്കും അശ്വതി നക്ഷത്രക്കാർ വളരെയധികം അശ്വതി നക്ഷത്രത്തിൽ ഏത് കാര്യവും ശുഭകാര്യങ്ങൾ ചെയ്താലും വളരെയധികം ഉത്തമമായിരിക്കും. മുൻകോപം അതുപോലെ തന്നെ രോഗ ദുരിതങ്ങൾ വന്നു കഴിഞ്ഞാൽ സമയത്ത് ചികിത്സ എന്നിവ നേടണം എന്നുള്ളതാണ് അശ്വതി നക്ഷത്രക്കാരോട് പൊതുവായി പറയാനുള്ളത്. അതുകൂടാതെ എല്ലാവിധത്തിലുള്ള ദേവപൂജ വിദ്യാരംഭം ശുഭകാര്യങ്ങൾക്കും ഈ നക്ഷത്രം വളരെയധികം ഉത്തമമായിരിക്കും. ജനനം കേതുർദശാകാലത്ത് ആയതിനാൽ 3 വയസ്സ് വരെ ഉദ്ദേശം കേതുർദശാകാലവും അത് കഴിഞ്ഞാൽ 23 വയസ്സ് വരെ ശുക്രദശാകാലവും അത് കഴിഞ്ഞാൽ 29 വയസ്സ് വരെ ആദിത്യദശാകാലവും അതുപോലെ 39 വയസ്സ് വരെ ചന്ദ്രദശാകാലവും 46 വയസ്സ് വരെ ചൊവ്വാദശാകാലവും 64 വയസ്സ് വരെ രാഹുർദശാകാലവും അതുപോലെ 80 വയസ്സ് വരെ വ്യാഴദശാകാലവും ഇങ്ങനെയായിരിക്കും ഈ ദശാകാലം മുന്നോട്ട് പോകുന്നത്. അതിനാൽ ഈ വയസ്സ് കണക്ക് കൂട്ടി അതാത് വയസ്സിൽ ഉള്ളവർക്ക് ശുക്രപ്രീതി അതുപോലെ തന്നെ ബുധപ്രീതി ഒക്കെ വരുത്തുന്നതും ശനിദോഷത്തിനുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നതും വ്യാഴപ്രീതി വരുത്തുന്നതിന് വേണ്ടിയുള്ള പൂജകളും ചെയ്യുന്നതും വളരെയധികം ഉത്തമം ആയിരിക്കും.